കണ്ണൂരിലെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ നടപടി. പ്രതികളായ 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. കോളേജ് അധികൃതരെയും സർക്കാരിനെയും തീരുമാനം അറിയിക്കും. ഹോസ്റ്റൽ മുറിയിൽ കൊടുംക്രൂരത കാണിച്ച KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, NV വിവേക് എന്നീ വിദ്യാർത്ഥികൾ പഠനം തുടരാൻ അർഹരല്ലെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ കണ്ടെത്തൽ. ഇന്ന് ചേർന്ന നഴ്സിംഗ് കൗൺസിൽ യോഗത്തിലാണ് പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും തുടർ പഠനത്തിൽ നിന്ന് വിലക്കുവാൻ തീരുമാനമെടുത്തത്. പകുതിവില തട്ടിപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം. JDS പഞ്ചായത്ത് അംഗമായ പ്രീതി രാജന് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയതെന്ന് പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ പണം നഷ്ടമായ വീട്ടമ്മമാർ ആരോപിക്കുന്നു. സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചു. വാർത്തകൾ അറിഞ്ഞ് തിരക്കിയപ്പോൾ പ്രചരിക്കുന്നത് ഫേക്ക് വാർത്തകളാണെന്ന് പറഞ്ഞു. വണ്ടിയോ പണമോ നിർബന്ധമായും കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നായിരുന്നു പറ്റിക്കപ്പെട്ട ഒരു വീട്ടമ്മയുടെ പ്രതികരണം. കേരളത്തിന്റെ വ്യാവസായിക വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്ന തന്റെ ലേഖനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ശശി തരൂർ MP. നല്ലത് ചെയ്താൽ നല്ലത് പറയും. താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് വ്യവസായ വകുപ്പിന്റെ പ്രകടനം. താൻ ദീർഘകാലമായി പറയുന്നത് ഓരോന്നോരോന്നായി സർക്കാർ ചെയ്തു തുടങ്ങിയെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ശശി തരൂറിന്റെ ലേഖനത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്നും കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. സമാധി വിവാദത്തിൽപ്പെട്ട നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൂക്ക്, തല, മുഖം എന്നിവിടങ്ങളിൽ ചതവുകൾ ഉണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതര രോഗങ്ങൾ ബാധിച്ച കരൾ, വൃക്ക എന്നിവ തകരാറിലായിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ മരണകാരണം കണ്ടെത്താനാകൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി തിരിച്ചടയ്ക്കൽ വ്യവസ്ഥയോടെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി BJPയുടെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കേരളം 2000 കോടി ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ 1/4 529.50 കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചത്. ഇത് കേരള ജനതയോടുള്ള പരിഹാസമാണെന്നും വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനു വേണ്ടി ആവശ്യത്തിന് പണം ഗ്രാന്റായി നൽകാതെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയും ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് സമരത്തിന് തയ്യാറാണെന്നും K സുധാകരൻ വ്യക്തമാക്കി. US-ൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായി എത്തുന്ന വിമാനം പഞ്ചാബിൽ ഇറക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ. തിരിച്ചയക്കുന്നവരുമായി എത്തുന്ന വിമാനങ്ങൾ പഞ്ചാബിൽ ഇറക്കുന്നതിനെതിരെ ഭഗവന്ത് സിംഗ് മാൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിനാണ് കത്തയച്ചത്. പഞ്ചാബിനെ അപമാനിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് മൻ ആരോപിച്ചു. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആഡംബര വസതിയുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനോട് വിശദ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 40,000 സ്ക്വയർ ഫീറ്റിൽ 8 ഏക്കറിലായി നിർമ്മിച്ച വസതി ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ച് നവീകരിച്ചതിലാണ് അന്വേഷണം നടക്കുക. മോദിയുമായുള്ള സന്ദർശനത്തിന് പിന്നാലെ വീണ്ടും ട്രംപിന്റെ നാടുകടത്തൽ. 2 വിമാനങ്ങളിലായി 119 അനധികൃത കുടിയേറ്റക്കാർ നാളെ തിരിച്ചെത്തും. ഫെബ്രുവരി 15 ശനിയാഴ്ച ഒരു വിമാനവും ഞായറാഴ്ച 16 മറ്റൊരു വിമാനവും പഞ്ചാബിലെ ഗുരുഗ്രാം ദാസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പുറത്തുവന്നത്. ബർബൻ വിസ്കിയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ 66.6% കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ നയതന്ത്ര നീക്കം. ബർബൻ വിസ്കിയുടെ ഇറക്കുമതി തീരുവ കുറച്ചത് ഫെബ്രുവരി 13 കേന്ദ്രം അറിയിച്ചത്. ബർബൻ വിസ്കിക്ക് മാത്രമാണ് ഇറക്കുമതി തീരുവയിൽ ഇത്ര വലിയ കുറവ് ഉണ്ടായെന്നതും ശ്രദ്ധേയമാണ്.